NM വിജയൻ, വയനാട് DCC ട്രഷറർ, ഈ വ്യക്തിയും മകനും ആത്മഹത്യ ചെയ്തു. ഇതിൻ്റെ കാരണം ഈ വ്യക്തി ആത്മഹത്യ ചെയ്ത സമയത്ത് എഴുതി വെച്ചു എന്ന് പറയുന്ന സൂയിസൈഡ് നോട്ട്. ഇതിനെക്കുറിച്ചൊന്നും ഇവിടുത്തെ 24/7 ചാനലുകളിൽ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ എവിടെയും കാണുന്നില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ എന്തെങ്കിലും വന്നാൽ മാത്രം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വന്നാൽ മാത്രം ഞങ്ങൾ ഡിസ്കഷൻ ടേബിളിലേക്ക് ആ ന്യൂസ് കൊണ്ടുവരൂ എന്നുള്ള വാശിയാണോ ചില ചാനലുകൾക്ക് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം നവീൻ ബാബു ആ വ്യക്തി മരിച്ച സമയത്തൊക്കെ ഇപ്പം ദിവ്യ അവർ വന്നു, അവരത് പ്രൊവോക്ക് ചെയ്തു, പോയി. ഭയങ്കരമായിട്ടുള്ള ഒരു പാരലൽ ഇൻവെസ്റ്റിഗേഷൻ എന്താണെങ്കിലും സോഷ്യൽ മീഡിയ ആൻഡ് പ്ലസ് 24/7 സാറ്റലൈറ്റ് ചാനലുകളിൽ നടന്നിട്ടുണ്ട്. ബട്ട് NM വിജയൻ എന്ന് പറഞ്ഞ ട്രഷറർ, DCC ട്രഷറർ വയനാട്, അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും ജീവൻ ഒരുപോലെ രണ്ടുപേരും അവസാനിപ്പിക്കുമ്പോൾ എഴുതി വച്ച കത്തിനകത്ത് IC ബാലകൃഷ്ണൻ്റെയും ND അപ്പച്ചൻ്റെയും പേരെഴുതി വെച്ചിട്ടുണ്ട്. ഈ രണ്ടുപേരും കോൺഗ്രസ് വയനാട് നേതാക്കന്മാരാണ്. അപ്പം എന്താണ് വിഷയം? എന്തുകൊണ്ട് മീഡിയ ഇത് ടേക്കപ്പ് ചെയ്യുന്നില്ല? കോൺഗ്രസ് റിലേറ്റഡ് ആയിട്ട് ഇത്രയും മേജറായിട്ടൊരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഇവിടെ ബോച്ചെ, ഹണിറോസ്, അതിനു മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ അൻവർ MLA, അതിനു മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ, സനാതനധർമ്മം, അങ്ങനെ പോവാണ്. ഈ ഒരു വിഷയം ടച്ച് ചെയ്യാതെ, എന്നാൽ ടച്ച് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അവിടെയും ഇവിടെയും കുറച്ച് എന്താ പറയുക, പുട്ടിന് തേങ്ങറ പോലെ 2 വാർത്ത കൊടുത്ത് പോകുന്ന സ്കീം എന്താണെന്നുള്ളത് നമ്മളൊന്ന് നോക്കുകയാണ്. എന്താണ് വിഷയം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ന്യൂസ് പ്ലേ ചെയ്യാം. എനിക്ക് ഷുവറാണ് ഈ ഒരു വീഡിയോയ്ക്ക് ഒരു വ്യൂവർഷിപ്പും കിട്ടാൻ പോകുന്നില്ല, ഇതുവരെയുള്ള ഒരാളും കാണാനും പോകുന്നില്ല. ഇത് കണ്ടാൽ തന്നെ എനിക്ക് കിട്ടാൻ പോകുന്ന പൊങ്കാല എനിക്കറിയാം. കോൺഗ്രസ് സൈബർ സെല്ലിൻ്റെ ഭാഗത്തുനിന്ന് ആ ലാർജ് പോർജം പൊങ്കാല എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ വരുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഒരു മനുഷ്യൻ്റെ ലൈഫ് ആ വ്യക്തി അവസാനിപ്പിക്കാൻ ചിന്തിക്കുന്ന പോയിന്റിൽ അതിന് കാരണക്കാരായ വ്യക്തികൾ ഒരു തരത്തിലും രക്ഷപ്പെടാൻ പാടില്ല. എഴുതി വെച്ച ഒരാൾ മരിക്കുമ്പോൾ അത് എന്താണെന്ന് പോലും അന്വേഷിക്കാതിരിക്കുന്നത് വെറും വൃത്തികെട്ട പരിപാടിയാണ്. ഓക്കെ, അതാര് ചെയ്താലും അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി വിസിബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു ന്യൂസ് ബൈറ്റ് ഞാനിവിടെ വയ്ക്കാം. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യ കേരളമാകെ ചർച്ച ചെയ്യുമ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വാർത്തയെ സൗകര്യപൂർവ്വം മറക്കുകയാണ്. കാരണം പ്രതിക്കൂട്ടിൽ കോൺഗ്രസും പ്രതിപക്ഷ MLA IC ബാലകൃഷ്ണനുമാണ്. സുൽത്താൻ ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന വയനാട്ടിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്നു മരിച്ച NM വിജയൻ. ബത്തേരി അർബൻ ബാങ്കിൽ നിയമനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി കോൺഗ്രസ് നേതാക്കൾ കോടികൾ കോഴ വാങ്ങിയെന്നും ഒടുവിൽ NM വിജയനെ നേതാക്കൾ ബലിയാടാക്കുകയുമായിരുന്നുവെന്നാണ് ഉയരുന്ന ആരോപണം. ബത്തേരി അർബൻ ബാങ്ക് നിയമനത്തിന് മുൻ DCC പ്രസിഡന്റും ഇപ്പോൾ MLAയുമായ IC ബാലകൃഷ്ണൻ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങി നൽകിയ തുക തിരികെ നൽകാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് വിജയൻ KPCC അധ്യക്ഷൻ K സുധാകരന് നൽകിയ കത്തുൾപ്പെടെ പുറത്തുവന്നിരുന്നു. ബത്തേരി ബാങ്ക് നിയമനക്കോഴയിൽ പോലീസിൽ പലരും പരാതിയും നൽകി. രേഖകളും തെളിവുകളും പുറത്തു വന്നിട്ടും കോൺഗ്രസ് നേതാക്കളുടെ പങ്ക് സംബന്ധിച്ച് തെളിവുകളുണ്ടായിട്ടും കോൺഗ്രസ് നടപടിയെടുത്തിട്ടില്ല. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾക്ക് വൻ കോഴയാണ് വാങ്ങുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളുടെ സമീപനം തീർത്തും നിരാശാജനകമാണെന്ന് പറയാതെ വയ്യ. നിഷ്പക്ഷതയുടെ മുഖംമൂടി അണിഞ്ഞിരിക്കുന്ന മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ ആയുധമാക്കാൻ കഴിയുന്ന ഏതെങ്കിലും തരത്തിലുള്ള വാർത്തയായിരുന്നെങ്കിൽ അത് എത്തരത്തിൽ സമീപിച്ചിരുന്നേനെ എന്ന് ചിന്തിക്കേണ്ടതാണ്. വലതുപക്ഷത്തിന്റെ തെറ്റുകളും കുറ്റങ്ങളും പൊതുസമക്ഷത്തിൽ നിന്ന് മറച്ചുവെക്കാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ കാട്ടുന്ന വ്യഗ്രത തീർത്തും അപലപനീയവും പക്ഷപാതപരവുമാണ്. സംഗതി കൈരളി ന്യൂസിൽ വന്നിട്ടുള്ള ന്യൂസാണ്. ബട്ട് സ്റ്റിൽ അതിൽ അവരുടെ ആ ഒരു സാധനം വരൂടെ എന്താണെങ്കിലും. മനസ്സിലായോ? നവീൻ ബാബുവിൻ്റെ കേസ് വന്ന സമയത്ത് കൈരളി എടുത്ത സ്റ്റാൻഡും ദേശാഭിമാനി എടുത്ത സ്റ്റാൻഡൊക്കെ നമുക്കറിയാം. അപ്പോൾ അവനവൻ്റെ കാര്യം വരുന്ന സമയത്ത് അത് മുക്കാനും അത് നാട്ടുകാരിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള പരിപാടികളും അതിൻ്റെ വ്യഗ്രതയും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അതൊരു സൈഡിലവിടെ നിൽക്കട്ടെ, ഇവിടെ നമുക്ക് കാര്യം പറയാം. അതായത് ഇവിടെ ബാങ്കിൽ ഒഴിവുണ്ട്, അതിലേക്ക് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടക്കാരെയോ കുടുംബക്കാരെയോ
നിയമനം ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു വലിയ സ്കാം. ഈ സ്കാം നടക്കുന്ന ഒരു രീതിയുണ്ട്. ഓക്കെ, ഇവിടെ ഈ സ്കാം എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ട് കയറിയിട്ട് എന്ത് ചെയ്യാണ്, ഈ ജോലി വാഗ്ദാനം ചെയ്ത് പൈസ വാങ്ങുന്ന പരിപാടിയല്ല. ജോലി വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം ഈ ട്രഷറർ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്ത വ്യക്തിയുമായിട്ടൊരു ബോണ്ട്, ഒരു കരാറാണ് എഴുതുകയാണ്. ഈ പൈസ അയാൾക്ക് കൊടുക്കുന്നത്. അതോടുകൂടി വിശ്വാസ്യത കൂടുകയാണ്. ആൻഡ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി മൊത്തം പോകുന്നതായിരിക്കുക ഈ ട്രഷറർക്കാണ്. ആൻഡ് ഇത് കൊടുക്കുന്നതായിരിക്കും ട്രഷറർക്കാണ്. നിങ്ങൾ ആലോചിക്കണം, വയനാട് DCC ട്രഷറർക്കാണ് ഇവർ ഈ കോഴപ്പൈസ കൊടുക്കുന്നത് ബാങ്കിലെ ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പം ട്രഷറർക്ക് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു വിശ്വാസ്യത കാണുമല്ലോ. മനസ്സിലായോ? വയനാട് DCC ട്രഷററാണ്, അയാളെ ഇതിൽ പൈസ കൊടുക്കുന്നത്, നമ്മൾ എന്താണെങ്കിലും നിയമനം നമുക്ക് കിട്ടും എന്നുള്ള നിലയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തവർ ഇപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് പോയിട്ടുണ്ട്. പലരും ചില ചാനലുകളിൽ വന്നിട്ട് അവർ കൊടുത്ത പൈസയുടെ കണക്കും എങ്ങനെയാണ് കൊടുത്തതെന്നുള്ള രീതിയും പറയുന്നുണ്ട്. ആ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം പുറത്തു വരുന്നുണ്ട്. ഈ ആത്മഹത്യ ചെയ്ത NM വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി കൃത്യമായി പറയുന്നു, ഇയാളെ കൊണ്ട് ഈ എഗ്രിമെൻ്റ് കൊടുത്ത് ഇത് വേടിപ്പിച്ചത് മൊത്തം ഇന്ന നേതാക്കന്മാരാണ് എന്ന് പറഞ്ഞ് പേരെടുത്ത് പറയുന്ന നേതാക്കന്മാർ, അവിടുത്തെ MLA അടക്കം ഇദ്ദേഹം പേരെടുത്ത് പറയുന്നുണ്ട്. IC ബാലകൃഷ്ണൻ്റെ പേരെടുത്ത് പറയുന്നുണ്ട്. ഇവിടെ നവീൻ ബാബു മരിച്ച സമയത്ത് എല്ലാവരും ആ നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് എടുത്തെറിഞ്ഞത് PP ദിവ്യ നടത്തിയ ആ ഒരു വല്ലാത്ത അടിയായിപ്പോയി അവിടെ വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ. അദ്ദേഹത്തിന് അത് ഭയങ്കര എഫക്റ്റായി, ട്രോമയായി. ഇവിടെയും ഏകദേശം സിമിലർ കാര്യമല്ലേ സംഭവിച്ചേ. ആത്മഹത്യാ പ്രേരണ, അല്ലെങ്കിൽ ഒരാളെ ഒരു സ്കാം എല്ലാവരും കൂടി ഒന്നിച്ച് ചെയ്തു എന്ന് പറയുന്നു. ലാസ്റ്റ് വരുന്ന സമയത്ത് ആ സ്കാമിൽ നിന്ന് ബാക്കി എല്ലാവരും പിന്മാറുന്നു, ഒരാൾ മാത്രം പെടുന്നു. അതെങ്ങനെ നടക്കും? നിയമന കോഴ വിവാദം എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി BJPയുടെ കയ്യിലുണ്ടായിരുന്ന പരിപാടിയായിരുന്നു. ഓക്കെ, അപ്പോൾ BJPയുടെ കയ്യിൽ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പരിപാടി നേരെ മറിഞ്ഞ് കോൺഗ്രസിൻ്റെ കയ്യിലെത്തുന്നു. കോൺഗ്രസ്സുകാരെന്ത് വിചാരിച്ചു? കാലാകാലം കയ്യിലിരിക്കും, ഇനിയിപ്പോൾ ഈ ബോർഡ് മെമ്പേഴ്സിനും കാര്യത്തിലൊന്നും ഇവർക്ക് മാറ്റവും സംഗതികളൊന്നും വരാൻ പോകുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യാം, നൈസായിട്ട് 10-22 ആളുകളുടെ ഒഴിവുണ്ട്, ആ ഒഴിവിലേക്ക് ആളുകളെ എടുക്കാൻ വേണ്ടിയിട്ട് 10-20-30 ലക്ഷം രൂപ വെച്ചിട്ട് ആളുകളുടെ നിന്ന് വാങ്ങാം എന്നുള്ള നിലയ്ക്ക് മേടിച്ചതാണ്. പക്ഷേ ഇതെല്ലാം തിരിഞ്ഞതെവിടെ? ഇപ്പം നവീൻ ബാബുവിൻ്റെ കേസിലും നവീൻ ബാബു എന്ന് പറഞ്ഞ വ്യക്തി റിട്ടയർ ചെയ്ത്, അല്ലെങ്കിൽ അവിടെ നിന്ന് പോകുന്ന സമയത്ത്, ട്രാൻസ്ഫറായി പോകുന്ന സമയത്ത് PP ദിവ്യ വന്ന് അങ്ങനെ ഒരു പ്രസംഗം അവിടെ പ്രസംഗിച്ചത് കൊണ്ട് എന്തായി? അവിടെ ആ ഒരു പ്രേരണയായി. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ BJP മാറി കോൺഗ്രസ് വന്നു, വീണ്ടും കോൺഗ്രസ് മാറി BJP ആയതോടുകൂടി കളി മാറി. ഇത്രയും ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു, ഇത്രയും ആളുകൾക്ക് ആ പൈസ റിട്ടേൺ ചെയ്യണം. ഇവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി, എവിടെ ജോലി എവിടെയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ലാസ്റ്റ് എന്തായി? ഈ എഗ്രിമെൻ്റ് എഴുതി കൊടുത്ത NM വിജയൻ എന്ന് പറഞ്ഞ DCC ട്രഷറർ മാത്രം ഒരു രക്ഷയില്ലാതെ പെട്ടു. അയാളെ കുടുംബം വിറ്റടക്കം ഈ പൈസ മേടിച്ച, അല്ലെങ്കിൽ ഇയാൾ ആരായിട്ടോ എഗ്രിമെൻ്റ് എഴുതി അവർക്ക് കുടുംബം വിറ്റ് ഈ പൈസ തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. പ്രത്യക്ഷത്തിൽ ഇയാൾ മാത്രമാണ് ആ എഗ്രിമെൻറ്റിലുള്ളത്. വേറെ ഇതിന് പിന്നിൽ കളിച്ച ഒരു നേതാക്കന്മാരും വിസിബിളി പുറത്ത് വന്നില്ല. ഈ വ്യക്തിയുടെ മകന് എന്തൊക്കെയോ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ആ മകനടക്കം ഒപ്പമാണ് ഇയാൾ എന്ത് ചെയ്തത്, ഈ വ്യക്തി ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഒരു സ്കാം നടത്താൻ എല്ലാവരും കൂട്ടു നിന്നിട്ടുണ്ടോ? എല്ലാവരും ഈ സ്കാമിൻ്റെ ഭാഗമായിരുന്നോ? ഈ നിയമന സ്കാമിൻ്റെ ഭാഗമായിട്ട് എത്ര പേരുണ്ടായിരുന്നു, ഏതൊക്കെ നേതാക്കന്മാരുണ്ടായിരുന്നു എന്നുള്ളതല്ലേ ശരിക്കും അന്വേഷിക്കണ്ടേ? ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു പോസ്റ്റ് ചെയ്യാൻ വായിച്ചു തരാം. ഇത് തോമസ് ഐസക് ഇട്ട പോസ്റ്റാണ്. പറയാതെ വയ്യ, കോൺഗ്രസ് നേതാക്കന്മാർക്ക് അഴിമതി ആയാലും കൊലപാതകമായാലും എന്തൊരു പ്രിവിലേജാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നൽകുന്നത്. അവരുടെ ചെയ്തികൾ വച്ച് മറ്റാരുടെയും തെറ്റായ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാനോ ഗൗരവം കുറച്ച് കാണാനോ ഞാൻ തുനിയുന്നില്ല. PP ദിവ്യയുടെ കേസായിരിക്കും. പക്ഷേ ഇപ്പോൾ വയനാട്ടിലെ കോൺഗ്രസ് ജില്ലാ ട്രഷററും മകനും ആത്മഹത്യ സംഭവിച്ച വിവരങ്ങൾ ഏതൊരാളെയും ഞെട്ടിക്കേണ്ടതാണ്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾക്ക് ഞെട്ടലില്ല, മാധ്യമങ്ങൾക്കുമില്ല. ഇരട്ട ആത്മഹത്യക്ക് പ്രത്യക്ഷ കാരണക്കാരായ MLAയെയും DCC പ്രസിഡന്റിനെയും കോൺഗ്രസും മാധ്യമങ്ങളും ചേർത്തു നിർത്തുകയായിരുന്നു. ഇപ്പോൾ ഇതാ ആ
നിർഭാഗ്യവാനായ മനുഷ്യൻ്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നു. AC ബാലകൃഷ്ണൻ MLAയും DCC പ്രസിഡന്റ് കൂടി നടത്തിയ ബാങ്ക് നിയമന തട്ടിപ്പ് ഒടുവിൽ കുടുങ്ങിയത് DCC ട്രഷറർ. എല്ലാ ഉത്തരവാദിത്തവും ഏറ്റെടുത്ത് പലതവണ അദ്ദേഹം കോൺഗ്രസ് നേതാക്കന്മാർക്ക് പിന്നാലെ നടന്നു. KPCC പ്രസിഡന്റിനോടും സഹായത്തിനായി കരഞ്ഞപേക്ഷിച്ചു. ആരും സഹായിച്ചില്ല. ഗത്യന്തരമില്ലാതെ അദ്ദേഹം മകനും ആത്മഹത്യ ചെയ്തു. കോൺഗ്രസിൻ്റെ ഒരു നേതാവും ആ ആത്മഹത്യ പോലും ഗൗരവത്തിലെടുത്തില്ല. പ്രതിയായ MLAയോടൊപ്പം നിൽക്കും എന്നവർ പറയുകയും ചെയ്തു. മനുഷ്യത്വം എന്നത് അയൽവക്കത്തു കൂടി പോയിട്ടുള്ള ഒരാളും സാധിക്കാത്ത വിധം ആത്മഹത്യാക്കുറിപ്പിനെ പോലും അവർ തള്ളിപ്പറഞ്ഞു. ഇത് ആത്മഹത്യാക്കുറിപ്പാണോ എന്നാർക്കറിയാം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവാണ് തോന്നുന്നു അത് പറഞ്ഞിട്ടാ എന്നായിരുന്നു നേതാവ് പറഞ്ഞത്. അച്ഛനും മകനും നഷ്ടപ്പെട്ട കോൺഗ്രസ് നേതാവിൻ്റെ കുടുംബത്തെ ഇങ്ങനെ ആക്ഷേപിക്കാൻ എങ്ങനെയാണ് മനസ്സ് വരുന്നത്? ആത്മഹത്യാക്കുറിപ്പ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് എന്നിവർക്ക് അയച്ചു കൊടുത്തു. 10 ദിവസം കാത്തിരിക്കണമെന്ന്, എന്നിട്ടും നടപടി ഉണ്ടായില്ലെങ്കിൽ മാത്രം പോലീസിനും മാധ്യമങ്ങൾക്കും നൽകാമെന്നാണ് ആത്മഹത്യ ചെയ്ത NM വിജയൻ ബന്ധുക്കളോട് നിർദ്ദേശിച്ചിരുന്നത്. കോൺഗ്രസിനോട് മേൽപ്പറഞ്ഞ നേതാക്കന്മാർക്ക് ഇല്ലാത്ത കൂറ് ആ മനുഷ്യനുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. കത്തു കിട്ടി 10 ദിവസം കഴിഞ്ഞിട്ടും ഒരു കോൺഗ്രസ് നേതാവും പ്രശ്നത്തിൽ ഇടപെട്ടുകയോ ഫോണിൽ പോലും ബന്ധപ്പെടുകയോ ചെയ്യാത്ത സാഹചര്യത്തിലാണ് അവർ കുറിപ്പ് പ്രസിദ്ധീകരണത്തിന് നൽകുന്നതെന്ന് മകൾ അറിയിച്ചു. ഒരു നേതാവും തിരിഞ്ഞു നോക്കിയില്ല. കത്ത് പുറത്തു വരും എന്ന് അറിഞ്ഞിട്ട് പോലും അനങ്ങിയില്ല. വന്നാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല ധാർഷ്ട്യം, മാധ്യമങ്ങൾ കയ്യിലുണ്ടെന്ന അഹങ്കാരം. ഇതാണ് ഡോക്ടർ തോമസ് ഐസക് ഇട്ട പോസ്റ്റ്. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇന്ന് മൊത്തം ഈ ഒരു NM വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഈ വ്യക്തി പണ്ട് മുതൽ, അയാളുടെ ചെറുപ്പം മുതലേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി സജീവമായിട്ട് ഇപ്പോഴുള്ള പല നേതാക്കന്മാരുടെയും ഒപ്പം രാഷ്ട്രീയം പങ്കുവെച്ച് വന്നൊരു വ്യക്തിയാണ്. ഓക്കെ, ഈ വ്യക്തി വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ ഭയങ്കര സ്നേഹവും വിശ്വാസ്യതയും കൂറൊക്കെ ഉള്ള ഒരാൾ. ഈ വ്യക്തി കൃത്യമായിട്ട് ഈ ലെറ്ററിനെ കുറിച്ച് വീട്ടിൽ പറയുകയും, അല്ലെങ്കിൽ ഈ ലെറ്റർ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, 10 ദിവസം ഇത് നേതാക്കന്മാരുടെ കയ്യിൽ കിട്ടി അവർ അന്വേഷിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം പുറത്ത് വിട്ടാൽ മതി എന്നുള്ളതടക്കം പറഞ്ഞു വെച്ചൊരു വ്യക്തി. അതായത് ആ വ്യക്തിക്ക് അപ്പോഴും അവിടുത്തെ നേതാക്കന്മാരിലും ആ പ്രസ്ഥാനത്തിൻ്റെ സ്ട്രക്ചറിലും ഉള്ളൊരു വിശ്വാസം കൊണ്ടല്ലേ അയാൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത ഒരാൾ കൃത്യമായി അയാളുടെ ലെറ്ററിൽ എഴുതുകയാണ്, ഇന്ന വ്യക്തികൾ ചേർന്നിട്ടാണ് ഈ സ്കാം ചെയ്തിട്ടുള്ളത്, ഇപ്പം ഞാൻ ഒറ്റപ്പെട്ടു എന്ന് പറയുമ്പോൾ കൃത്യമായ നടപടിയെടുക്കാൻ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം റെഡിയാവണ്ടേ? 10 ദിവസമോ 20 ദിവസമോ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പിന്നെ വഴിയെ വരാം, അല്ലെങ്കിൽ കത്തിൽ എഴുതിയിരിക്കുന്നതിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞ് ഒഴിവാറിയിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല അല്ലേ? അങ്ങനെയാണ് ശരിക്കും. ഇവിടെ PP ദിവ്യയുടെ കേസിൽ നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ്സുകാരൊക്കെ ഘോരമായ പ്രസംഗം ഇന്ന് ഇപ്പം രാജിവെപ്പിക്കണം, ഇപ്പം പുറത്താക്കണം ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ. ഇവിടെ അവിടെ നവീൻ ബാബു എന്ന് പറഞ്ഞ വ്യക്തി മരിച്ച സമയത്തൊരു സൂയിസൈഡ് നോട്ടില്ല, അതിന് ലെറ്റർ ഇല്ല. ഇനി ഉള്ളത് പൂത്തിന്ന് പറയുന്നുണ്ട്, പക്ഷേ പ്രത്യക്ഷത്തിലില്ല. ഇവിടെ ഒരു സൂയിസൈഡ് നോട്ട് ഉണ്ട്, ഒരു ലെറ്റർ ഉണ്ട്, അതിനകത്ത് കൃത്യമായ പേരുകളുണ്ട്, എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുണ്ട്. എന്നിട്ടും നടപടിയെടുക്കാൻ 10-20 ദിവസം വേണോ എന്നുള്ളൊരു ചോദ്യം കോൺഗ്രസിനോട് ചോദിക്കണ്ടേ? അതും ഇവിടുത്തെ മീഡിയാസ് ചോദിക്കുന്നില്ല. ഇനി കെ സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് കണ്ടു കഴിഞ്ഞാൽ അയാളെ കയ്യിൽ നിന്ന് പോകും. അങ്ങേര് പറഞ്ഞൊരു സാധനമുണ്ട്. ഉണ്ട് ചർച്ച നേരത്തെ ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ ഇടപെടുകയും ചെയ്തിരുന്നു. ഞങ്ങളൊക്കെ എല്ലാ ആളുകളെയും വിളിച്ചിട്ടും അതിനകത്ത് വളരെ സമചിത്തത പാലിച്ചു പോകണമെന്ന് എല്ലാ സീനിയർ നേതാക്കന്മാരോടും ഞാൻ പേഴ്സണലായി സംസാരിച്ചിട്ടുണ്ട്. ഈ സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ തൂങ്ങുമ്പോൾ നിങ്ങളെല്ലാം തൂങ്ങാതിരിക്കണമെങ്കിൽ മാനമായി ആ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് പച്ച മലയാളത്തിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാവരോടും IC ബാലകൃഷ്ണനോടും പറഞ്ഞിട്ടുണ്ട്, അപ്പച്ചനോടും പറഞ്ഞിട്ടുണ്ട്, മാഷോടും പറഞ്ഞിട്ടുണ്ട്, എല്ലാ മാഷോടും പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിന് പറയുന്നതിന് എന്താ? കുടുംബത്തിന് വല്ല അന്തവും കൊന്തോ ഇതുമായിട്ട് വല്ല ബന്ധവും? മരിച്ച ആളെ കുടുംബത്തിന് ഇതിനായിട്ട് വല്ല അന്തവും കൊന്തവും ഉണ്ടോ? കുടുങ്ങുമ്പോൾ എല്ലാവരും കുടുങ്ങും, തൂങ്ങുമ്പോൾ എല്ലാവരും തൂങ്ങുന്നുള്ളത് ഞാൻ ഓൾറെഡി പാർട്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞതിലിരിക്കുന്നില്ലേ? എന്തോ ഒരു മിസ്റ്റേക്ക്, എന്തോ ഒരു പ്രശ്നം.
ഇതങ്ങേരുടെ ഒരു ഇനീഷ്യൽ ഒരു സാധനം കേട്ടോ. മീഡിയ വന്ന് പെട്ടെന്ന് ഇത് ചോദിച്ച സമയത്തുള്ളൊരു ഇനീഷ്യൽ ആൻസറാണ്. അത് കഴിഞ്ഞതിന് ശേഷം മൂപ്പര് സാധനങ്ങളൊക്കെ പഠിച്ച് വേറെ സ്കീമും കൊണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ എടുക്കുന്നില്ല. ഇനീഷ്യൽ സ്റ്റേജിൽ ഇങ്ങേര് പറഞ്ഞത് അതിലെന്തോ ഉണ്ട്. ഓക്കെ, ഇനി VD സതീശൻ എൻ്റെ അടുത്ത് ഒരു 2 ദിവസം മുമ്പാണ് ഈ ഒരു കത്ത് കൊണ്ടുവന്ന് തന്നത്. ഞാൻ അവരോട് വിശദമായിട്ട് അത് ചോദിച്ചറിഞ്ഞു. എനിക്ക് അവ്യക്തതയുള്ള ചില ഭാഗം ഞാൻ അവരോട് പറഞ്ഞു, അവ്യക്തതയുണ്ട്, അതെന്താണെന്ന് ചോദിച്ചു. വിശദമായി അവരുമായിട്ട് ചോദിച്ചറിഞ്ഞു. എനിക്ക് ആ കത്ത് കിട്ടി, എൻ്റെ കയ്യിൽ എൻ്റെ പറവൂരിലെ ഓഫീസിൽ കൊണ്ടുപോയി തന്നു. ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഒരു 10 ദിവസം അതിനകം പറയണം. ഞാൻ ഒരു പാർട്ടിയിലെ ബാക്കി എല്ലാവരുമായിട്ട് ആലോചിച്ച് പോകണം, ഇത് ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞു. ഇപ്പോൾ കത്ത് പുറത്തു വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി KPCC പ്രസിഡന്റ് തന്നെ അത് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ആ കമ്മിറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നത് ഇമ്മച്ചുമാണ്. പാർട്ടി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കിട്ടി തന്നെ, തെളിഞ്ഞ തന്നെ കാര്യങ്ങൾ. ലെറ്ററിൽ പറഞ്ഞ പേരുകളും നേതാക്കന്മാരും അവരുടെ ആക്ടിവിറ്റീസൊക്കെ പാർട്ടി അന്വേഷണത്തിൽ എന്താണെങ്കിലും കിട്ടും. കൊള്ളാം. അത് ഞാൻ മുഴുവൻ അവരുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ മുഴുവൻ വായിച്ചു നോക്കിയത്. പിന്നെ അവർ എന്നോട് BJPക്കാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, CPMകാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു രീതിയിൽ സംസാരിച്ചു. ഏത് അപ്പോൾ ഒരു ഭീഷണിയുടെ രൂപത്തിൽ അവരെന്നോട് സംസാരിച്ചു. നിങ്ങൾക്കറിയില്ല, അതൊന്നും എൻ്റെ അടുത്ത് വില പോകുന്നതല്ല. ഞാൻ പക്ഷേ വളരെ സൗമ്യമായി അത് മുഴുവൻ വായിച്ചറിഞ്ഞു. എനിക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങൾ ഞാൻ അവരോട് ചോദിച്ചറിഞ്ഞു. അവരാഗ്രഹിക്കുന്ന ഒരു ഉത്തരം എൻ്റെ നിന്ന് കിട്ടിക്കാണില്ല. ഞാൻ KPCC പ്രസിഡന്റുമായിട്ടും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ച് മറുപടി പറയാം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും താല്പര്യം ഉണ്ടാവും. ഞാനങ്ങനെ സംസാരിച്ചില്ല. ആത്മഹത്യ ചെയ്ത ഒരാളുടെ മകനും ഭാര്യയും മകനും കുടുംബാംഗങ്ങളും വരും. എനിക്ക് പരിചയമുള്ള ഒരാളും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ, കാസർഗോഡുള്ള. അദ്ദേഹം കൂടി വന്നിട്ടാണ് സംസാരിച്ചത്. വളരെ വിശദമായി ഇരുന്ന് ഏകദേശം അരമണിക്കൂറോളം ഇരുന്ന് അവരുടെ മുമ്പിലിരുന്ന് തന്നെ ഞാൻ വായിച്ചു. എനിക്കും നിങ്ങൾ ആ കത്ത് വായിച്ചു നോക്കി, നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗം ഉണ്ടാവും. പിന്നെ കോപ്പി ടു VD സതീശൻ എഴുതിയേക്കണത് അദ്ദേഹം അല്ല എഴുതിയേക്കണത്, വേറൊരു മഷിയിലാണ് എഴുതിയേക്കണത്. അദ്ദേഹം എഴുതിയേക്കണ ആ കത്തിലല്ല. അന്ന് ഞാൻ ചോദിച്ചില്ല, അത് പിന്നീട് ആരെങ്കിലും എഴുതി ചേർത്താവാം, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ എഴുതിയാവാം. ഒരു കോൺഗ്രസ് നേതാവിനും പരാതി കൊടുത്തായിട്ട് എനിക്കറിയില്ല. എന്നോട് അവർ പറഞ്ഞത് KPCC പ്രസിഡന്റിന് ഒരു കത്ത് അയച്ചു, അതിൻ്റെ ഒരു കോപ്പി സാറിന് തരുന്നു എന്ന് 2 ദിവസം മുമ്പാണ്. എന്നിട്ട് പറഞ്ഞു 10 ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്യുക, സാറ് എല്ലാവരോടും സംസാരിക്കുക. ഞാൻ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുക. 2 ദിവസത്തിന് മുമ്പ് കത്ത് അവർ തന്നെ പുറത്തു വിട്ടു. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, അന്വേഷിക്കാതെ തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇവർ കൊണ്ടുവന്ന കത്ത് ശരിയായ കത്താണോ? ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? എന്നൊക്കെ ഞങ്ങൾ അന്വേഷിക്കണ്ടേ? ഞങ്ങൾ അന്വേഷിച്ചൊരു തീരുമാനം പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഈ കത്തിനെ തള്ളി പറഞ്ഞില്ല, ഇത് ഒന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ തീരുമാനം എടുക്കണ്ടേ? അവർ ഇന്നലെ പുറത്തു വിട്ടു. 2 ദിവസം മുമ്പ് തന്ന കത്ത KPCC പ്രസിഡന്റ് തിരുവനന്തപുരത്തേക്ക് വന്നില്ല. എനിക്ക് ഏകപക്ഷീയമായിട്ട് സംഘടനാപരമായ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റുമോ? KPCC പ്രസിഡന്റും മുതിർന്ന നേതാക്കളും വന്നിട്ട് ആലോചിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞത്. അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. എങ്ങനെ ഇരിക്കുന്നു? ഇതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ആത്മഹത്യ ചെയ്തിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തുള്ളതിനെ വേറെ നേതാക്കന്മാരെ പേര് എഴുതി വെച്ചിട്ട് കത്ത് കൈ കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരെന്ത് ചെയ്യും? ഇപ്പം വെപ്പിക്കണം, രാജി അവരെ കൊണ്ട് ഇപ്പം അന്വേഷിച്ച് തീർക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങില്ലേ? ഇറങ്ങിയിരിക്കും. മീഡിയാസ് ഇടപെട്ടിരിക്കും. ഞാൻ പറയുമ്പോൾ എന്താ അറിയോ, ഒരു വ്യക്തി, ഇപ്പോൾ ഒരു വീട്ടുകാർ, ഒരു അച്ഛൻ മരിച്ചൊരു മകനോ മകളോ, അച്ഛൻ്റെ മരണകാരണമായിട്ടുള്ള കാര്യങ്ങൾ അവർക്കറിയാം, ഒരു ലെറ്ററായിട്ട് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് ഫേക്ക് ചെയ്ത് ഞാൻ ലെറ്റർ ഉണ്ടാക്കി കൊണ്ടുവന്നുകൊണ്ട് എന്ത് ലാഭം ഉണ്ടാവും? എന്താ ലാഭം? പാർട്ടി ഏറ്റെടുക്കും എന്നുള്ളത് ഊഹിച്ചിട്ട് ഇവർക്കിങ്ങനെ ഒരു ലെറ്റർ എഴുതി കൊണ്ടുവന്നു. അതായത് എൻ്റെ അച്ഛൻ മാത്രമല്ല ബാക്കി എല്ലാവരും കൂടി ഇടപെട്ടാണ് അച്ഛൻ്റെ തലയിൽ ഇട്ടാന്ന് പറയുമ്പോഴത്തേക്ക് പാർട്ടി എന്ത് ചെയ്യും? പേടിച്ചിട്ട് ഇത് ഏറ്റെടുക്കും. അല്ലെങ്കിൽ കോൺഗ്രസ് പൈസ കൊടുക്കും, കോൺഗ്രസ് അല്ല BJP പൈസ കൊടുക്കും, കമ്മ്യൂണിസ്റ്റ് പൈസ കൊടുക്കും എന്നുള്ള വിരട്ടൽ. ഇത് ഏത് രീതിയിലാണ് VD സതീശൻ ഇത് ന്യായീകരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 10 ദിവസം വേണം, 20 ദിവസം വേണം. KPCC പ്രസിഡന്റ് അപ്പുറത്തായിരുന്നു, ഞാനിപ്പുറത്തായിരുന്നു. നോ, ഇതൊരു മേജർ ഇഷ്യൂ ആയിട്ട് ഇവിടുത്തെ ചാനലുകൾ ഏറ്റെടുക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ വിഷയം അഡ്രസ്സ് ചെയ്യാതെ പോകുന്നത്. ഒരു വ്യക്തി, അയാളുടെ മകന്, രണ്ടുപേരും ഒപ്പം ജീവൻ ഒടുക്കണമെന്നുണ്ടെങ്കിൽ തക്കതായ കാരണം കാണൂടെ? പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. അങ്ങേര് തെറ്റ് ചെയ്ത് കാണും. അങ്ങേര് ഒറ്റയ്ക്ക് ചെയ്ത തെറ്റായിരിക്കില്ല.
ഇവന്മാർ ചെയ്യിപ്പിച്ചോ അല്ലെങ്കിൽ ഇവന്മാർ കൂട്ടുപ്രതികളോ ആയിരിക്കും ഒപ്പം പേര് എഴുതി വെച്ചവന്മാർ. മനസ്സിലായോ? എല്ലാം കൂടി ഒരാളുടെ തലയ്ക്ക് ഒരു പാക്ക് താങ്ങാൻ പറ്റൂല. പ്രത്യേകിച്ച് വയസ്സായ ഒരു മനുഷ്യൻ, അത് മകൻ എന്തൊക്കെയോ സീനുകളുണ്ട്. അങ്ങനത്തെയൊക്കെ വിഷയം വരുമ്പോൾ ഒരു ലെറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലെറ്റർ എത്രയും പെട്ടെന്ന് ഫോറൻസിക്കും കാര്യങ്ങളും പോലീസുകാരെടുക്കുക, കേസ് എടുക്കുക, ഫോറൻസിക്കിനും സാധനത്തിനും കൊടുക്കുക. ആ ലെറ്റർ അയാളുടെ തന്നെയാണോ നോക്കുക. ബാക്കി അന്വേഷണങ്ങൾ പെട്ടെന്ന് പോകണം. പാർട്ടി അന്വേഷണം കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ മീഡിയ അറ്റൻഷൻ ഡെഫിനറ്റ്ലി വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല ഇങ്ങനെ ഒരു കേസ്. മനസ്സിലായോ? ആത്മഹത്യാ പ്രേരണ അല്ലെങ്കിൽ കൂട്ടുപ്രതികൾ, ഒരു കുറ്റം ചെയ്ത് കൂട്ടുപ്രതികളായുള്ള വ്യക്തികളിൽ പലരും പുറത്ത് ഒരാൾ ആത്മഹത്യ ചെയ്തു. അയാൾ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് കത്തെഴുതി വെച്ച് ബാക്കിയുള്ളവരെ ചൂണ്ടിക്കാണിക്കുന്നു. അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ? മനസ്സിലായില്ലേ? പാർട്ടിയെ വിശ്വസിച്ചും നേതാക്കന്മാരെ വിശ്വസിച്ചും ഓരോ സീറ്റിന് വേണ്ടിയിട്ടും ഓരോ ജോലിക്ക് വേണ്ടിയിട്ടും ലക്ഷങ്ങൾ കൊടുക്കുന്ന അണികൾ, പൊട്ടന്മാർ, മണ്ടന്മാർ ഇപ്പോഴും നാട്ടിലുണ്ടല്ലോ എന്നാണ് ഞാൻ. ഇത് വാട ഇതൊക്കെ.